വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നൈറ്റ് ആണെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ ഒന്ന് പുറത്ത് പോകാതെ തീരുമാനിച്ചു. പുറത്ത് പോണത് വെറുതെ അല്ല, പുറത്ത് പോണത് നമ്മൾ പുറത്ത് പോയി ഇന്ന് ഫുഡ് കഴിക്കണം, അതിനൊക്കെ ഒരു സിനിമയ്ക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ചില സാങ്കേതിക തടസ്സം മൂലം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുന്നതാണ്. എന്തായാലും പരിപാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അവകാശമുണ്ടല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോകും, പിന്നെ സിനിമയ്ക്ക് പോവാം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ മെയിലാണ് പാല് കഴിച്ചത്. അതിനുശേഷം നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുകയില്ല, നേരെ ഫുഡ് ഇങ്ങോട്ട് വരുത്തിച്ചിട്ട് കഴിക്കലാണ് പതിവ്. സ്വിഗ്ഗിയിൽ വല്ല ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെയാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ പോയി ഇതുവരെയായിട്ട് കുറേ നാളായി ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പോയിട്ടേ ഇല്ല. അപ്പം നമ്മൾ ചിന്തിച്ചു ഇന്ന് പോയി ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കൂടെ ഉള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നേരെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകും. അങ്ങനെ നമ്മൾ നേരെ വെച്ച് വിട്ടത് അറേബ്യ ദർബാർ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് വാരിയൽ മന്തി, അത് കണക്ക് തന്നെ ഷവർമ്മ 60 റുപ്പീസ് ഉള്ളി എന്നൊക്കെ. അതൊക്കെ കുറച്ചിട്ട് നോക്കിയെന്ന് നമ്മൾ നേരെ അകത്തോട്ട് പോയി. അകത്തോട്ട് ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിറകിലുണ്ടോ എന്ന് പോലും നോക്കാതെ 3 പേരും കൂടെ നടന്നു പോണത് കണ്ടോ. അവിടെ ചെന്ന് നമ്മൾ ഇരുന്നെടുത്ത് നിന്ന കാഴ്ചകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നത്. അവിടെ ചെന്ന ഉടനെ ധ്രുവവാവ അവന് വേണ്ടി ഒരു സീറ്റ് അങ്ങ് പിടിച്ചു. പിന്നെ അവൻ അവിടെ ഇരുന്ന് ബഹളം വെപ്പും ഒക്കെ ആയിരുന്നു. അവന്റെ ബഹളം വെപ്പ് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. നേരെ സച്ചു വാവയ്ക്കായിരുന്നെങ്കിൽ സച്ചു വാവന്റെ പരാതി ഫാൻ അവന് കിട്ടുന്നില്ല എന്നാണ്. അങ്ങനെ സച്ചു വാവ എൻ്റെ അടുത്ത് നിന്ന് മാറി ധ്രുവവാവ എൻ്റെ അടുത്ത് പ്രസന്റ് ആയി. അങ്ങനെ പിന്നെ ധ്രുവവാവ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നു. അവിടെ ധ്രുവവാവ അവിടെ നിന്ന് സംസാരവും എന്നെ കെട്ടിപ്പിടിക്കൊക്കെ ഒരു ബഹളം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ബഹളം അവിടെ വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റുകൾ അവിടെ എത്തിയത്. ഉടനെ നമ്മൾ പ്ലേറ്റുകൾ നിരനിരയായി തുരുനിരയായി വെച്ചു. അത് കഴിഞ്ഞിട്ട് ധ്രുവവാവ അവിടെ നിന്ന് 2 ചാട്ടമൊക്കെ ചാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ വരുന്നു നമ്മുടെ കുഴിമന്തി. ഇതാ എത്തിയിരിക്കുന്നു. അൽഫാം മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അൽഫാം മന്തി നമ്മളെ മുമ്പിൽ പ്രസന്റ് ആയിരിപ്പുണ്ട്. നമ്മളെ എല്ലാ പ്രാവശ്യവും എവിടെ ചെന്നാലും നമ്മളെ സർവ് ചെയ്യുന്നയാൾ നമ്മുടെ സ്വന്തം അപ്പച്ചേട്ടനായിരിക്കും. അപ്പച്ചേട്ടൻ സർവ് ചെയ്താലേ നമുക്കൊരു തൃപ്തി വരികയുള്ളൂ. എനിക്കായാലും സച്ചുവിനായാലും ധ്രുവനായാലും. കാരണം കൃത്യമായിട്ട് നമ്മളെ ക്വാണ്ടിറ്റിയിൽ ചോറിടാം. അപ്പച്ചേട്ടന് കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ. ലാസ്റ്റ് നമ്മൾ എടുത്തത് ധ്രുവവാവയ്ക്കായിരുന്നു. ധ്രുവവാവയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് കുരുമുളക് മുളകും എല്ലാം മാറ്റിയിട്ട് മാത്രമാണ് നമ്മൾ റൈസ് എടുക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു എരിവങ്ങാനും വായിലോട്ട് പോയ കക്ഷി അത് അപ്പോഴേ അവിടെ അങ്ങ് തുപ്പും. അതിനെക്കാട്ടി നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ലാസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ആ മുളകൊക്കെ അങ്ങ് താഴെ എടുത്തിട്ടിട്ട് നമ്മൾ ധ്രുവവാവയ്ക്ക് കൊടുത്തത്. അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മളെ കുഴിമന്തിയുടെ ബാക്കി ഐറ്റങ്ങളായ സാലഡും മയോണൈസും ടൊമാറ്റോ കച്ചപ്പും എല്ലാം എത്തിയത്. അങ്ങനെ നമ്മൾ എല്ലാം കൂടെ കഴിച്ചു നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കഴിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് സച്ചു അവൻ്റെ അടുത്ത് എനിക്ക് മൈനീസ് ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു തരുമോ എന്ന് പറഞ്ഞൊരു ടീഷർട്ടിൻ്റെ കൈയൊക്കെ അങ്ങോട്ട് പിറകിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് യുദ്ധത്തിന് ഇറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ തന്നെ വീട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വീഴ്ത്തിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയത്. കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ സച്ചുവിനോട് ചോദിച്ചു എന്താ കൊള്ളൂരെന്ന് ചോദിച്ചു. സച്ചു അപ്പോഴത്തേക്ക് സൂപ്പറായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു സിപ്പ് കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് നല്ല രുചിയുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേക ഒരു രുചിയായിരുന്നു. എനിക്ക് എന്താണെന്നോ, എനിക്ക് അല്ലെങ്കിൽ നോർമൽ മന്തിയാണ് ഞാൻ കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പച്ചേട്ടനാണ് അൽഫാം മന്തിൻ്റെ ആൾ. കാരണം ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പച്ചേട്ടൻ ബീഫ് കഴിക്കും. അപ്പോൾ ഇവിടുന്ന് പോയപ്പോഴേ അപ്പച്ചേട്ടൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ ബീഫ് ഓർഡർ ചെയ്യും, നിങ്ങൾക്ക് എങ്കിൽ ഒരു ക്വാർട്ടർ മാത്രം മതിയല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓ മതിയെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബീഫ് തീർന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ അൽഫാം മന്തി തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ സച്ചു അവൻ്റെ അടുത്ത് ചോദിച്ചു എന്താ നിൻ്റെ അഭിപ്രായം, ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ സച്ചുവിൻ്റെ അടുത്ത് അടിപൊളിയായിട്ടുണ്ടമ്മ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൻ്റെ സൈഡിലോട്ടാണ് ക്യാമറ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ കൊച്ചിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പവും ധ്രുവയും കൂടെ നേരെ കൈ കഴുകാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സ്പ്രൈറ്റ് കൊണ്ടുവന്ന്. അങ്ങനെ നേരെ നമ്മൾ സ്പ്രൈറ്റ് ഒഴിച്ച് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് സച്ചാവ അയ്യോ എനിക്ക് മതിയായമ്മ, എനിക്കിനി ഫൈറ്റിൽ സ്ഥലമില്ല, ഇതമ്മ ഒന്ന് കഴിക്കുമോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കിച്ചൺ നടക്കെ സംസാരിച്ചത്. അല്ലെങ്കിൽ ഇതൊന്ന് ഇച്ചിരി
ബിരിയാണി മാത്രം ഉണ്ടെങ്കിൽ എങ്ങനെയാ പാഴ്സലാക്കുന്നത് എന്ന് ചിന്തിച്ച് ഞാൻ വയറ്റിൽ സ്ഥലമുണ്ടാക്കി അതിൽ നിന്ന് പയ്യെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കൂട്ടായിട്ട് സച്ചുവാവയുണ്ടായിരുന്നു. സച്ചുവാവ അത്ര വിട്ടൊന്നും എഴുന്നേക്കൂല. അവസാനത്തെ നെൽമണിയും കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ സച്ചുവാവ അവിടെ നിന്ന് എഴുന്നേക്കാറുള്ളൂ. അങ്ങനെ ലാഗടിച്ച് നമ്മൾ സ്പ്രൈറ്റും കുടിച്ച് പയ്യെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് സച്ചുവാവ നോക്കിയപ്പോഴത്തേക്കും ഞാൻ സ്പ്രൈറ്റ് കുടിക്കുന്നില്ല. ഉടനെ അമ്മ എന്താ കുടിക്കാത്തത്, അമ്മ സ്പ്രൈറ്റ് കുടിയമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെങ്കിലും നിർബന്ധിക്കുകയായിരുന്നു. ഞാൻ പറയാം, എടാ ഞാൻ ലാസ്റ്റ് കുടിച്ചോളാം, പറ്റൂല അമ്മ ഇപ്പം കുടിച്ചാലേ പറ്റുള്ളൂ. കാരണം ഞാൻ സ്പ്രൈറ്റ് എങ്ങാനും വേണ്ടെന്ന് പറഞ്ഞാൽ അവന് കുടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ്. അങ്ങനെ ഞാൻ എടുത്ത് സ്പ്രൈറ്റ് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വിചാരിച്ചു ഞാൻ ഇച്ചിരി എങ്കിലും ബാക്കി വെക്കുന്നു. ഞാൻ ബാക്കി വെക്കാതെ മുഴുവനും കുടിച്ചു. ഞാൻ മുഴുവനും കുടിച്ചപ്പോഴത്തേക്കാണ് അവസാനം കൊച്ചി, അയ്യോ ഇതിൽ ഇച്ചിരി പോലും അമ്മ ബാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് വേണ്ടെന്നല്ലേ ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വഴക്കൂടാൻ വേണ്ടി വന്നു. ഞാൻ പറയും ഇനി സ്പ്രൈറ്റ് നമുക്ക് വീട്ടിൽ പോയി കുടിക്കാമെന്ന്. അങ്ങനെ പയ്യെ കുഞ്ഞുവാവ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ നേരെ കൈ കഴുകാനായിട്ട് വാഷ് ബേസിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി വരുന്നവരെയും കണ്ട് അന്തം വിട്ട് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിപ്പോൾ കൈ കഴുകുന്നില്ല, നേരെ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് നേരെ പോയി നമ്മൾ കൈ കഴുകിയിട്ട് ഇറങ്ങി വന്നപ്പോൾ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ അറേബ്യൻ ദർബാറിന് ടാറ്റ് കൊടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോകും വഴിയുള്ള കാഴ്ചകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിൽ ശരി, ടാറ്റ.